റിലേഷൻഷിപ്പ് എപ്പോഴും ഹെൽത്തി ആയിട്ട് പോകണമെങ്കിൽ, അതായത് ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിൽ രണ്ടുപേരും എഫേർട്ട് ഇടണം. ഒരാൾ മാത്രം എപ്പോഴും സഹിക്കുക, ഒരാൾ മാത്രം എപ്പോഴും ക്ഷമിക്കുക, ഞാൻ മാത്രം ക്ഷമിക്കാം, അല്ലെങ്കിൽ ഒരാളാണ് എപ്പോഴും താഴേണ്ടത്, മറ്റേ ആളെല്ലാം അതിന് മുൻപിൽ നിൽക്കേണ്ട ആളാണ് എന്നുള്ളൊരു ചിന്തയോടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എപ്പോഴാണെങ്കിലും വിള്ളലുകൾ വരാം. അപ്പോൾ ഏതൊരു ബന്ധം, ഏത് തരത്തിലുള്ളൊരു ബന്ധമാണെങ്കിലും അത് ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ രണ്ട് വ്യക്തികളും ഈക്വലായിട്ട് ഒരേപടി തന്നെ ക്ഷമിക്കുകയും പൊറുക്കുകയും ഓരോ ആഗ്രഹങ്ങൾ രണ്ടുപേരുടേതും ഈക്വലായിട്ട് തന്നെ നേടിയെടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ബന്ധം മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് പകരം ഒരാളുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും മുൻഗണന കൊടുത്ത് അത് മാത്രം നേടിയെടുക്കാനും അത് അച്ചീവ് ചെയ്യാനും വേണ്ടി മാത്രമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് മറ്റേയാളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്നേഹവും കുഴിച്ചു മൂടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ആ ബന്ധത്തിൽ എത്ര ആണെങ്കിലും ഒരു വിള്ളലുകൾ ഉണ്ടാവും. ചില സംസാരങ്ങളിലൂടെ തുടങ്ങി പിന്നീടത് ക്ഷമിക്കാനും പൊരുത്തപ്പെടാനും ഒരുമിച്ച് മുമ്പോട്ട് പോകാനും കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ബന്ധം നന്നായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിക്കും ഒരു ഇമ്പോർട്ടൻസ്, അവർക്കും ഒരു വാല്യൂ കൊടുക്കുക. ഓക്കെ, കീപ് സ്മൈലിംഗ്. താങ്ക് യു.